റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റാസി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ്. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 3ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ. വരച്ചു യോജിപ്പിക്കാം എന്നാണ്. വരച്ചു യോജിപ്പിക്കാം. ഇവിടെ കുറച്ച് മലക്കുകളെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു 5 മലക്കുകളെ പേര് ഇവിടെ അങ്ങനെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ ജോലി ഇടത് സൈഡിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മലക്കുകളുടെ പേര് വായിച്ച് നോക്കിയിട്ട് അവരുടെ ജോലി ഏതാണോ അതിലേക്ക് ഇങ്ങനെ വരച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ മലക്കിൻ്റെ പേരെന്താ? ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ആലോചിച്ച് നോക്കൂ. സൂർ എന്ന കാഹളത്തിൽ ഊതൽ, അല്ലെങ്കിൽ സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവരാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വരച്ച് യോജിപ്പിക്കാം. ഇനി രണ്ടാമത്തെ മലക്കാര റിൽവാൻ അലൈഹിസ്സലാം. റിൽവാൻ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താ? റിൽവാൻ അലൈഹിസ്സലാമിൻ്റെ ജോലി സ്വർഗം കാക്കലാണ് അല്ലേ. അപ്പോൾ അതിവിടെ ഇങ്ങനെ 2 സ്വർഗം കാക്കൽ. ഇനി മൂന്നാമത് ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി നമ്മൾ മലക്കുകളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് പഠിക്കുന്നതാണല്ലോ അല്ലേ. എന്താണ്? നബിമാർക്ക് വഹി എത്തിക്കലാണല്ലോ. അപ്പോൾ ഇവിടെ വഹി എത്തിക്കൽ എന്നുണ്ട്. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യാം? ചേർക്കാം. വഹി എത്തിക്കൽ. ജിബ്രീൽ അലൈഹിസ്സലാം വഹി എത്തിക്കൽ. ഇനി നാലാമത്തെ മലക്കാര മുൻകർ അലൈഹിസ്സലാം. മുൻകർ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താ? മുൻകർ, നക്കീർ ഇവർക്കൊക്കെ ഒരു ജോലിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഖബറിൽ ചോദ്യം ചെയ്യലാണല്ലോ. അപ്പോൾ ഇവിടെ ഖബറിലെ ചോദ്യം എന്നിവിടെ ഉണ്ട്. അതപ്പോൾ നമുക്ക് അവിടെയൊക്കെ യോജിപ്പിക്കാം. ഖബറിലെ ചോദ്യം. ഇനി 5ാമത്തെ മലക്ക് ഇവിടെ ആരാ? മീക്കായിൽ അലൈഹിസ്സലാം. മീക്കായിൽ അലൈഹിസ്സലാമിന് എന്താണ് ജോലി? ഇടി, മിന്ന്, കാറ്റ്, മഴ ഇതൊക്കെ കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കാണ് മീക്കായിൽ അലൈഹിസ്സലാം. അപ്പോൾ അതിവിടെ ഉണ്ട്. ഇവിടേക്ക് യോജിപ്പിക്കാം. അപ്പോൾ ഒന്നും കൂടി പറയാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതൽ, അതാണ് ഒന്നാമത്തത്. 2 റിൽവാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കൽ. പിന്നെ 3 ജിബ്രീൽ അലൈഹിസ്സലാം വഹി എത്തിക്കൽ. പിന്നെ 4 മുൻകർ അലൈഹിസ്സലാം ഖബറിലെ ചോദ്യം. 5 മീക്കായിൽ അലൈഹിസ്സലാം ഇടി, മിന്ന്, കാറ്റ്, മഴ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പട്ടിക പൂർത്തിയാക്കാം എന്നാണ്. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ്? നബിമാരെ പേരുണ്ട്, അവർക്ക് ലഭിച്ച കിതാബുണ്ട്, പിന്നെ ആ കിതാബിൻ്റെ ഭാഷ. ഇങ്ങനെ 3 കോളങ്ങളാണ് പൂരിപ്പിക്കാനുള്ളത്. ഇവിടെ ഒന്നാമതായിട്ട് നബിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല, അത് നമ്മൾ എഴുതണം. എന്നാൽ തൗറാത്ത് എന്ന കിതാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൗറാത്ത് എന്ന കിതാബ് ലഭിച്ച പ്രവാചകൻ നബി ആരാ? അത് പഠിച്ചിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാം ആണ്. മൂസ നബി അലൈഹിസ്സലാം, അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാം എന്ന് എഴുതിയാൽ മതി. ഇനി അതിൻ്റെ നേരെ ഭാഷ ഇവിടെ എഴുതിയിട്ടില്ല. എന്താണ്? തൗറാത്തിൻ്റെ ഭാഷ ഇബ്രാനി എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇബ്രാനി. ഇനി രണ്ടാമതായിട്ട് ഇവിടെ ദാവൂദ് അലൈഹിസ്സലാം എന്നിവിടെ ഉണ്ട്. ആ ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ട കിതാബ്, അതിൻ്റെ പേര് ഇവിടെ ഇല്ല. എന്താണ്? അത് നമ്മൾ എഴുതണം. സബൂർ എന്ന കിതാബാണല്ലോ ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ടത്. അപ്പോൾ സബൂർ എന്ന് എഴുതാം. അതിൻ്റെ ഭാഷ നമ്മൾ എഴുതി കൊടുക്കണം. എന്താണ് സബൂർ എന്ന കിതാബിൻ്റെ ഭാഷ? യൂനാനി എന്നാണ്. യൂനാനി അത് എഴുതിയാൽ മതി. പിന്നെ മൂന്നാമത്തതിൽ
നബിൻ്റെ പേരും ഇല്ല, കിതാബും ഇല്ല. എന്നാൽ ആ കിതാബിൻ്റെ ഭാഷ ഇവിടെ ഉണ്ട്, സുരിയാനി എന്നാണ്. അപ്പോൾ ആ കിതാബ് ഏതാണ്? അത് ഇഞ്ചീലാന്ന് മനസ്സിലായി. ഭാഷ കിട്ടിയാൽ ഇഞ്ചീൽ, ഭാഷ കിട്ടിയാൽ കിതാബ് ഏതാണെന്ന് മനസ്സിലാവണം, ഇഞ്ചീലാണ്. ഇനി കിതാബിൻ്റെ പേര് കിട്ടിയാൽ നബി ഏതാണെന്ന് മനസ്സിൽ വരണം. ആരാണ്? ഈസ അലൈഹിസ്സലാം. ഈസ അലൈഹിസ്സലാം ആണ്. ഇനി നാലാമതായിട്ട് ഇവിടെ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുണ്ട്. മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട കിതാബ്, നമ്മളെ കിതാബ് നമുക്കറിയാലോ എന്താണ്? ഖുർആനാണ്. ഇനി അതിൻ്റെ ഭാഷ അതൊക്കെ നമുക്കറിയാം, ഏതാണ്? അറബിയാണ് അതിൻ്റെ ഭാഷ. അപ്പോൾ അതിങ്ങനെ പൂർത്തിയായി കൊടുക്കാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ. എന്താണ്? എഴുതാം. എന്താണ് എഴുതേണ്ടത്? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് 3 എണ്ണമാണ് എഴുതേണ്ടത്. അത് 3 എഴുതാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അള്ളാഹുവിൻ്റെ കുറച്ച് വിശേഷണങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തൊക്കെ? അവൻ ഒരുവനാണ്, അവന് ഒരു കൂട്ടുകാരുമില്ല, അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ തന്നെ നമുക്ക് വേണമെങ്കിൽ 3 എണ്ണമാക്കി മാറ്റാം. അവനെല്ലാം അറിയുന്നവനാണ്, അവനെല്ലാം കേൾക്കുന്നവനാണ്, അവൻ എല്ലാം കാണുന്നവനാണ്, അങ്ങനെയൊക്കെ ഇതാ. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണം ഇതാണ്. എന്തൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഒന്ന്, അള്ളാഹു ഒരുവനാണ് എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന്, അള്ളാഹുവിന് ഒരു കൂട്ടുകാരുമില്ല. പിന്നെ അള്ളാഹു ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് തന്നെ എഴുതിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അതിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? മലക്കുകളെ കുറിച്ച് 3 കാര്യങ്ങൾ. നേരത്തെ അള്ളാഹുവിനെ കുറിച്ച് 3 കാര്യങ്ങളാണ് ചോദിച്ചത്. ഇപ്പം മലക്കുകളെ കുറിച്ച് 3 കാര്യങ്ങൾ. അത് നമ്മൾ പിന്നെ രണ്ടാമത്തെ പാഠത്തിലല്ല പഠിച്ചത്. പേജ് നമ്പർ 6 നോക്കിയാൽ മലക്കുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. അങ്ങനെ അതൊന്ന് പറയാം. അപ്പോൾ വേണമെങ്കിൽ അത് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാണ് എന്ന് ചുരുക്കി പറഞ്ഞാലും ചുരുക്കി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല, അതെഴുതാം. പിന്നെ അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല, അതെഴുതാം. പിന്നെ അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല, അതെഴുതാം. പിന്നെ ക്ഷീണമോ മടിയോ അവർക്കില്ല. പിന്നെ അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എണ്ണം ഇതാ. ഞാനിവിടെ ഒരു 3 എണ്ണം എഴുതുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എഴുതിക്കണം എന്തൊക്കെയാണ്? 1, പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാണ്. 2, അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. 3, അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. ഇനി മൂന്നാമതായിട്ട് എന്താണ് ചോദ്യമുള്ളത്? ഖുർആനിനോട് കാണിക്കേണ്ട അദബുകളിൽ നിന്ന് 3 എണ്ണം എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിനോട് നാം കാണിക്കേണ്ട അദബുകൾ, അതിൽ നിന്ന് 3 എണ്ണം. അത് നമ്മൾ 4ാമത്തെ പാഠം അൽ ഫുർഖാനുൽ അളീം എന്നുള്ള പാഠത്തിൽ ആ പേജിൻ്റെ അവസാനം പറയുന്നുണ്ട് അല്ലേ? ഖുർആനിനെ നാം ബഹുമാനിക്കണം, അത് എഴുതാമാണെങ്കിൽ. പിന്നെ അതേപോലെ അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല, അത് എഴുതാം. പിന്നെ ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല, അതൊക്കെ എഴുതാം. പിന്നെ അതേപോലെ അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല, ഇതൊക്കെ ഏതും നിങ്ങൾക്ക് എഴുതാം. ഇവിടെ 3 എണ്ണമാണ് ചോദിച്ചത്. മിക്കവാറും പരീക്ഷകൾക്ക് 1 വീതം എഴുതാം, അല്ലെങ്കിൽ 2 വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാറുള്ളത്. അപ്പോൾ എത്ര എണ്ണമാണ് ചോദിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങോട്ട് നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ ഒരു 3 എണ്ണം എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ എഴുതിയാണ്? 1, ഖുർആനിനെ നാം ബഹുമാനിക്കണം. 2, അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. 3, ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. ഇങ്ങനെ 3 എണ്ണമാണ് എഴുതിയിട്ടുള്ളത്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. ഇവിടെ 2 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 1ാമത്തെ ചോദ്യം, ആരാണ് മലക്കുകൾ? ആരാണ് മലക്കുകൾ? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. ഇനി 2ാമത്തെ ചോദ്യം എന്താ? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്?
ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് എന്ന് എഴുതിയാൽ മതി. ഈ കാര്യങ്ങൾക്കാണ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി 5ാമത്തെ ഒരു ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ്. നമ്മുടെ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഈമാനുന ഡാഷ് വൽ കുത്തുബി ഡാഷ് അത്തഹ്ലുക. എന്താണ് ഈമാനുന? നമ്മൾ പാട്ട് പഠിച്ചല്ലോ, ഈമാനുന ബില്ലാഹി വൽ മലായിക എന്നല്ല പഠിച്ചത്. ഈമാനുന ബില്ലാഹി വൽ മലായിക വൽ കുത്തുബി കഴിഞ്ഞിട്ട് എന്താണ് ചേർക്കുന്നത്? വറുസുലി എന്ന് ചേർക്കണം. വറുസുലി വയൗമി എന്നും കൂടി ചേർക്കണം. വറുസുലി വയൗമി തഹ്ലുക. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ 2ാമത്തത് എന്താണ്? 2ാമത്തത് തഫ്സീലു ഡാഷ് ജിബ്രീലു ഡാഷ് അസ്റാഈലു. അതേപോലെ ഒരു ബൈത്ത് ആണ്. തഫ്സീലു അഷ്രിൻ എന്നാണ് ആദ്യം വേണ്ടത്. അഷ്രിൻ. പിന്നെ മിൻഹുമു എന്നും കൂടി ഇവിടെ വേണം. മിൻഹുമു ജിബ്രീലു. പിന്നെ മീകാലു പിന്നെ ഇസ്രാഫീലു അസ്റാഈലു എന്നിവിടെ ഉണ്ട്. തഫ്സീലു അഷ്രിൻ മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്രാഫീലു അസ്റാഈലു. ഇനി 6ാമത്തെ ഒരു ആക്ടിവിറ്റി നോക്കൂ. ആശയം എഴുതാം. ആശയം എഴുതുക എന്ന് പറഞ്ഞാൽ ഏകദേശം അർത്ഥം എഴുതുക എന്നുള്ളത് തന്നെയാണ്. ഏതാണ്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇതിൻ്റെ ആശയമാണ് എഴുതേണ്ടത്. എന്താണ് അതിൻ്റെ ആശയം? നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. എന്താണ് അതിൻ്റെ ആശയം? എന്താണ്? നിശ്ചയം പരിശുദ്ധ ഖുർആനിനെ നാം ആണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആശയം എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്രീബാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ, അതേപോലെ ആൻസർ കീ, ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.